രാവിലെ തന്നെ അമ്പലത്തിൽ പോയതിന് ശേഷം പിന്നീട് വന്നിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോകാനുള്ള ഒരുക്കങ്ങളൊക്കെ ആയിരുന്നു. ഫയലൊക്കെ എടുത്ത് വെച്ചു. ബാഗിൽ വെക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. പിന്നെ കയ്യിൽ പിടിച്ചു. ഒരു കുപ്പി വെള്ളം എടുക്കുന്നുണ്ട്. കുടിക്കാൻ തൊണ്ട നനയ്ക്കാനേ പാടുള്ളൂ എന്ന് പറഞ്ഞു. എന്നാലും ഒരു കുപ്പി വെള്ളം എടുത്തിട്ടുണ്ട്. കുഞ്ഞിനും മമ്മി ഉണ്ടല്ലോ, അതുകൊണ്ട് അവർക്കെങ്കിലും കുടിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട്. പിന്നെ നമുക്ക് 11 മണിക്കാണ് സ്കാനിങ് ടൈം പറഞ്ഞേക്കുന്നത്. അതിന് തൊട്ട് മുന്നായിട്ട് പോയാൽ മതി. നല്ല ടെൻഷൻ ഉണ്ട് ഈ ഒരു മാസം. നമുക്ക് സ്കാനിങ്ങിന് ശരിക്കും പറഞ്ഞാൽ ഒരു മാസം ഫുള്ള് ടെൻഷൻ അടിച്ചാണ് ഇന്ന് പോകുന്നത് തന്നെ. അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്നു. നമ്മൾ ടോക്കണൊക്കെ എടുത്തിട്ട് ആദ്യത്തെ സ്കാൻ കഴിഞ്ഞപ്പോഴത്തേക്ക് കുഞ്ഞ് തിരിഞ്ഞു കിടക്കുന്ന കാരണം ഫുള്ള് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഇനിയും ടൈം എടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഫുഡ് കഴിച്ച് ഒരു ഗ്ലാസ് വെള്ളം, ചൂട് വെള്ളം കൂടെ കുടിച്ചതിന് ശേഷം വന്നിട്ട് നല്ല രീതിയിൽ നടക്കാൻ പറഞ്ഞു. മോർണിംഗ് വാക്കിന് എങ്ങനെ നടക്കുന്നതെന്ന് വെച്ചാൽ അതുപോലെ നടക്കാൻ പറഞ്ഞിട്ടോ. ഒരുപാട് നടന്നപ്പോഴത്തേക്ക് എനിക്ക് ബാക്ക് പെയിൻ വീണ്ടും കൂടിയിട്ടുണ്ടായിരുന്നു. നമ്മളിങ്ങനെ നടക്കുന്നില്ലല്ലോ, ബെഡ് റെസ്റ്റ് അല്ലായിരുന്നോ. അങ്ങനെ നടന്നു കഴിഞ്ഞ് ഒന്നും കൂടെ കയറിയിട്ടും ഒരു രക്ഷയില്ല. കുഞ്ഞ് തിരിഞ്ഞ് വന്നിട്ടേ ഇല്ല. പിന്നെ കുറച്ച് നേരം ചരിച്ച് കിടത്തിയതിന് ശേഷം പിന്നെ നോക്കിയപ്പോഴാണ് കുഞ്ഞ് തിരിഞ്ഞു വന്നു. അയ്യോ, അന്നേരമാണ് എല്ലാം കിട്ടിയത് കേട്ടോ. പിന്നെ ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നും ഇല്ല. ഇപ്പം നേരത്തെ പിന്നെ ആ ഒരു സ്കാനിങ്ങിൽ കുഞ്ഞിന് ചെറിയ പ്രശ്നം കണ്ടതുകൊണ്ട് 4-ാം മാസം സ്കാനിങ്ങും കൂടെ നോക്കിയിട്ട് നമുക്ക് മുന്നോട്ട് പോകണോ വേണ്ടയോ എന്ന് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പോഴും വെച്ച് നോക്കിയാൽ കുഴപ്പമൊന്നുമില്ല. അത് തന്നെ വലിയൊരു സമാധാനം. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി നേരെ പള്ളിയിലും കൂടെ പോയിട്ട് തിരിച്ച് നേരെ വീട്ടിൽ